ആളുകളാണ് ഗാന്ധിജി RSSന്റെ ശാഖയിൽ വന്നു എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നത്. ഇതാണ് ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന കോൺട്രഡിക്ഷൻ. അപ്പോ ഒരു സെന്റൻസ് പറയൂ. ഏത് കോടതി നിങ്ങളെ വെറുതെ വിട്ടെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിന്റെ അങ്ങ് RSS ആണോ? എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അങ്ങ് RSS ആണോ? BJPക്ക് വോട്ട് ചെയ്യുന്ന എല്ലാവരും RSS പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് താങ്കൾ പോലും കരുതുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശ്രീ PS സഞ്ജീവ്, ഇതൊരു അക്കാദമികമായ സംവാദമാണ്. ഒരു ചോദ്യം. രണ്ട് ശ്രീ ജിൻഡോ ജോൺ പറഞ്ഞ പിണറായി വിജയൻ എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്നുള്ളതിന് കൂടി മറുപടി സഞ്ജീവ്. ഒന്ന്, ഈ ചർച്ച ഉടനീളം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമയം പൂർണ്ണമായി അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ BJPയുടെ പ്രതിനിധിക്ക് എന്താന്ന് വെച്ചാൽ അദ്ദേഹം കുറെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നൊക്കെ കിട്ടും. ഇപ്പോൾ ഈ പല ഒഴിവ് കഴിവുകളും അല്ലെങ്കിൽ ചില ന്യൂനതകൾ, ചില നാരോ എസ്കേപ്പിംഗ് ഒക്കെ ചരിത്രത്തിൽ നടന്നതിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് RSSന് മെമ്പർഷിപ്പ് ഒന്നുമില്ല. RSSന് മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നാളെ സന്ദീപ് വചസ്പതി എന്തെങ്കിലും കുറ്റം ചെയ്താൽ പോലും RSSന് വേണമെങ്കിൽ സന്ദീപ് വചസ്പതിയെയും തള്ളാം. കാരണം സന്ദീപ് വചസ്പതി RSSൽ പ്രവർത്തിച്ചതിന് ഒരു തെളിവും ഇന്ത്യ മഹാരാജ്യത്ത് കാണില്ല. അതുപോലെ തന്നെയാണ് ഈ ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അത് ഇന്ത്യയുടെ രേഖകളിൽ എല്ലാ മനുഷ്യർക്കും അറിയുന്നത് പോലെ അതിന് ശ്രമിച്ച് ഒട്ടനവധി തവണ ശ്രമിച്ച് ഒരിക്കൽ വിജയിച്ച് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ സംഘമാണ്. അതേ ആളുകളാണ് ഗാന്ധിജി RSSന്റെ ശാഖയിൽ വന്നു എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നത്. ഇതാണ് ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന കോൺട്രഡിക്ഷൻ. അപ്പോ ഒരു സെന്റൻസ് പറയൂ. താങ്കൾ ഒരു ചെറുപ്പക്കാരനല്ലേ? RSS വധവുമായി ഞാൻ പറയാം. ഇത് AG നൂറാനിയുടെ RSS എ മെനേസ് ടു ഇന്ത്യ എന്ന പുസ്തകമാണ്. ഇതിൽ RSS ആൻഡ് ഗാന്ധിസ് അസാസിനേഷൻ എന്നൊരു ഭാഗമുണ്ട്. അതില് ജസ്റ്റിസ് കപൂറിന്റെ ഫൈൻഡിങ്സ് ഒരു ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ആണല്ലോ ജസ്റ്റിസ് കപൂർ ആണല്ലോ ഇത് അന്വേഷിച്ചത്. പറഞ്ഞോട്ടെ, സഞ്ജീവേ, നമുക്ക് വേണ്ടത് RSSനെ ഇന്ന് ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുണ്ടായിരുന്നു. നീതിന്യായവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിന്റെ മനസാക്ഷിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ കേൾക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ കേൾക്കൂ. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ കേൾക്കൂ. അല്ല സഞ്ജീവ്, നിങ്ങൾ അല്ലല്ല നിഷ, അത് ശരിയല്ല. കാരണം അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം അങ്ങനെ പറയരുത്. സഞ്ജീവ് ഭട്ടും പ്രബീർ പുർക്കാഴ്സയും ഒക്കെ ജയിലിൽ നിന്ന് നീതിന്യായ വ്യവസ്ഥയെ അധിക്ഷേപിക്കരുത്. നീതിന്യായ വ്യവസ്ഥയെ അധിക്ഷേപിക്കരുത്. നീതിന്യായ വ്യവസ്ഥയെ അധിക്ഷേപിക്കരുത് സുഹൃത്തെ. ഞങ്ങൾ ഒരു അധിക്ഷേപം നടത്തിയില്ല. ഞാനിത് വായിക്കട്ടെ. പേടിയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ വായിക്കാം. Justice Kapoor's findings, however, are all too clear. After listing the information about the Nagarwala, he concluded all these factors. ഒരു ഈ ക്രൈം റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണ്, ഗാന്ധിജിയുടെ കൊലപാതകത്തെ കുറിച്ച്. അവിടെ പറയുന്നത് സവർക്കറും ഗോഡ്സെയും നാരായണ ആപ്തയും 40 മിനിറ്റ് ഡൽഹിയിലേക്ക് ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ പോകുന്നതിന് തലേ ദിവസം ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് 40 മിനിറ്റ് സന്ദർശിച്ച് അവർ ഒരുമിച്ചിരുന്ന് ഗൂഢാലോചന നടത്തിയാണ് ഈ കൊലപാതകം നടത്തുന്നത് എന്നതിനെ കുറിച്ച് തെളിവുണ്ട് കേട്ടോ, തെളിവുണ്ട്. പല ഈ പറഞ്ഞ സവർക്കർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ടാണ്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട കേട്ടോ, അത് കൂടുതലൊന്നും പറയണ്ട, അതെല്ലാവർക്കും അറിയാം. അതാണ് പ്രശ്നം. നിങ്ങൾ RSS മെമ്പറാണോ? പക്ഷെ നിങ്ങൾ RSS അല്ലേ? നിങ്ങൾക്ക് RSS മെമ്പർഷിപ്പ് ഉണ്ടോ? മെമ്പർഷിപ്പ് ഇല്ലാതെ രാജ്യത്ത് ഗൂഢമായി പ്രവർത്തിക്കുന്ന രഹസ്യ സംഘടനയാണ് RSS. അതുകൊണ്ടാണ് നിങ്ങൾ മെമ്പർഷിപ്പ് വെക്കാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ഭരണഘടന എഴുതാത്തത്. നിങ്ങൾ എന്താ ഭരണഘടന എഴുതാത്തത്? നിങ്ങളോട് ഭരണഘടന എഴുതാൻ പറഞ്ഞിട്ടില്ലേ? പ്രവർത്തകരാണ്. അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? എന്റെ ചോദ്യം ക്ലിയർ ആണ്. ഉത്തരവുണ്ടോ? RSS ആണോ? RSS ആണോ? ധൈര്യം പറയൂ. നിങ്ങൾ RSS ആണോ? RSS ആണോ അല്ലയോ പറ. ഇത്തരം ചോദ്യങ്ങൾ പിന്നെ ഞാൻ RSS അല്ലാതെ ഓക്കെ. അപ്പൊ അതുപോലെ മെമ്പർഷിപ്പ് പോലും അങ്ങയുടെ കയ്യിലില്ല. താങ്കൾക്ക് ഭരണഘടന പഠിച്ചിട്ട് വരൂ. താങ്കൾ പഠിച്ചിട്ട് വരൂ. RSSന് ഭരണഘടന ഉണ്ടല്ലോ. RSSനുണ്ടോ? എന്നാൽ അത് പബ്ലിഷ് ചെയ്യൂ.
എന്നാ പബ്ലിഷ് ചെയ്യും. ഞങ്ങൾ അന്വേഷിച്ചിട്ട് എവിടെയും കാണുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചിട്ട് എവിടെയും കാണുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ച എവിടെയും കാണുന്നില്ല. കുഴപ്പമാണ്. ഞങ്ങൾ അന്വേഷിച്ച എവിടെയും കാണുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ ലോകത്തിലില്ല അല്ലേ? അപ്പൊ എവിടെ നല്ല ലോജിക്കാണ്. ഞങ്ങൾ കാണാത്തതൊന്നും ഈ ലോകത്തിൽ എവിടെ കിട്ടും? പറയൂ, എവിടെ കിട്ടും? എവിടെ കിട്ടും? പറയൂ, നിഷ എവിടെ കിട്ടും? സാർ പറഞ്ഞോളൂ, ഞാൻ വാങ്ങി വായിക്കാം. ഞാൻ അയച്ചു തരണം. സഞ്ജീവ് പറഞ്ഞു എവിടെ കിട്ടും? നിഷയ്ക്ക് ഞാൻ അയച്ചുതരാം. നിഷയ്ക്ക് ഞാനിപ്പോ അയച്ചുതരാം. നിഷയ്ക്ക് ഞാനിപ്പോ അയച്ചതാ. നിഷയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നിഷയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഭരണഘടന അയച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ സഞ്ജീവ്, നമുക്ക് ഭരണഘടന സംഘടിപ്പിക്കാം. അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കും. അതിനുശേഷം ഇടവേള വേണ്ടതുകൊണ്ടാണ്. സഞ്ജീവ് പറഞ്ഞു വന്നത് പൂർത്തിയാക്കും. അല്ല, ഞാൻ പറയുന്നത് RSS ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയും അതിന്റെ രൂപവും കീഴടങ്ങിക്കൊണ്ടാണ് ഫാസിസ്റ്റ് രീതിയിലാണ് അവരുടെ ഗ്രാൻഡ് ഡിസൈൻ. സംസാരിക്കാൻ വിടൂ സാർ. നിങ്ങൾ അയച്ചെന്നാളൂ, ഞങ്ങൾ വായിച്ചത്, ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം. സഞ്ജീവിന് വിട്ടുകൊടുക്കാതെ എന്ന് പറയരുത്. എന്റെ സമയം അതുകൊണ്ട് ഞങ്ങൾ എടുത്തോളാം. സമയം ആരുടേതെന്നുള്ള അല്ല വിഷയം. ഇവിടെ വിവരക്കേടുകൾക്ക് അനുവദിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിവില്ല, അതുകൊണ്ട് RSSന് ഭരണഘടനയില്ല എന്ന് നിങ്ങൾ എങ്ങനെയാ സ്ഥാപിക്കുക? നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ സമ്മതിച്ചു. എന്തായാലും സഞ്ജീവിന് ഭരണഘടന അയച്ചു കൊടുത്തിട്ടുണ്ട് RSSന്റെ. അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ എയിംസ് ആൻഡ് ഒബ്ജക്ട്സ് എന്നുള്ളിടത്ത് പറയുന്നുണ്ട്. ദ എയിംസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് സംഘ് ആർ ടു വെൽ ടുഗദർ ദ ഡൈവേഴ്സ് ഗ്രൂപ്സ് വിതിൻ ദ ഹിന്ദു സമാജ് ആൻഡ് ടു റിവൈറ്റലൈസ് ആൻഡ് റീജുവനേറ്റ് ദ സെയിം ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ധർമ്മ ആൻഡ് സംസ്കൃതി ദാറ്റ് ഇറ്റ് മേ അച്ചീവ് ആൻ ഓൾ സൈഡഡ് ഡെവലപ്മെന്റ് ഓഫ് ഭാരത് വർഷ. ഞാൻ സാന്ദർഭികമായി വായിച്ചു എന്ന് മാത്രം. സഞ്ജീവ്, അപ്പൊ RSSന്റെ ഭരണഘടന അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ സമയമായിരുന്നു നേരത്തെ. പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം സഞ്ജീവ്. ഇവിടെ ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ കാര്യം ഇത്ര മാത്രമാണ്. സംഘപരിവാറിന്റെ ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള ഒരു ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവർ രാജ്യത്തെ സർവകലാശാലകളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ ഗാന്ധിവധമാകട്ടെ, ഈ ചരിത്രത്തിലെ പലവിധ പ്രശ്നങ്ങളിൽ നിന്നും അവർ ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ, ഈ പറഞ്ഞതുപോലെ ആളുകളുടെ പേരിൽ RSS ഉണ്ടോ, അവിടെ RSSന് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ചോദ്യത്തിലേക്ക് വരാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. RSSന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ഭരണഘടനാ സംവിധാനം, അതിൽ തുടർന്നുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനം, അത് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് സംഘടിപ്പിക്കാത്തൊരു സംഘടനയാണ് RSS. അത് രഹസ്യമായി തുടരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന്റെ തുടർച്ചയിൽ അതിന്റെ ഭാരവാഹികൾ അതിനെ പലപ്പോഴും വേണ്ട വിധത്തിൽ ജനങ്ങളെ അറിയിക്കാതെ തന്നെ രഹസ്യ സ്വഭാവത്തിൽ ഗൂഢമായി പ്രവർത്തിക്കുന്നു എന്ന അഭിപ്രായത്തിൽ നിന്ന് ഒരടി പുറകോട്ടില്ല. പക്ഷേ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഈ RSSന്റെ ഈ ബോധ്യങ്ങളെ പലപ്പോഴായി പിന്തുണക്കാൻ ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ചില നേതാക്കന്മാരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിലെ ചില അപഭ്രംശങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലും വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് കാലിക്കറ്റ് VC ആയി ഇന്ന് രവീന്ദ്രൻ എന്ന് പറയുന്ന കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവ് തുടരുന്നത്. കണ്ണൂരിൽ സെനറ്റിൽ കോൺഗ്രസുകാർക്ക് നിയമനം കിട്ടിയത്. കഴിഞ്ഞ KPCCയുടെ പ്രസിഡന്റ് ഈ പറഞ്ഞതുപോലെ RSSകാരിലും നല്ല ആളുകളില്ലേ, അതുകൊണ്ട് ഞങ്ങൾ അവർ വരുന്നതിലും ബുദ്ധിമുട്ടില്ല എന്ന് പ്രഖ്യാപിച്ചത്. അത്തരത്തിലുള്ള നിലപാടുണ്ടായത്. അത്തരം നിലപാടിന്റെ തുടർച്ചയിൽ നിന്നാണ് അധികാരം കിട്ടിയപ്പോൾ ഇവിടെ റോജി M. ജോൺ പറഞ്ഞത് ഈ പറഞ്ഞ ഗവർണറുമായി ഫൈറ്റിൽ പോകാനില്ല. MGVCയുടെ നിയമനത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായം ആദ്യഘട്ടത്തിൽ പറയാതെ വിമർശനം വന്നപ്പോൾ മുന്നോട്ട് വരുന്നത്. ആ സംശയത്തെ മുൻനിർത്തിയാണ് വിമർശനം വന്നിട്ടുള്ളത്. 4 വൈസ് ചാൻസലർമാർ RSS സർസംഘചാലകന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ അത് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കി തന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം അതൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ആവർത്തിച്ചു പറയുന്നു അന്ന് ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ അന്വേഷിച്ചപ്പോൾ തീർച്ചയായും അതിനെക്കുറിച്ച് വ്യത്യസ്തകരമായിട്ടുള്ള നിലയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അറിയിച്ച കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ പറയട്ടെ അന്ന് അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ ഒരു മന്ത്രി അദ്ദേഹത്തിന് ശക്തമായി രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി രംഗത്ത് വന്നു. അദ്ദേഹം തന്നെ വരണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിലോ പത്രക്കുറിപ്പായിട്ടോ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അന്നത്തെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലൊരു ഡോക്യുമെന്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പാലിക്കുന്ന മൗനത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു മൗനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് വ്യക്തമല്ലേ? ഞങ്ങൾ അവർക്കെതിരെ കേസിന് പോയില്ലേ സുപ്രീം കോടതി വരെ.
അല്ല, ഞങ്ങൾ നിങ്ങളല്ല. അവർക്കെതിരെ സുപ്രീം കോടതി വരെ കേസ് പോയി എന്ന് മാത്രമല്ല അവരെ ആ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന നിലപാട് സ്വീകരിച്ചില്ലേ? മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതിരുന്നത് എന്താണ്? ഞാൻ ചോദിക്കട്ടെ അതേ പിണറായി വിജയന്റെ സർക്കാരല്ലേ അവർക്കെതിരെ സുപ്രീം കോടതി വരെ പോയത്? സുപ്രീം കോടതി വരെ പോയതും അതേ നിലപാടെടുത്തും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് പോയതിന്റെ തുടർച്ചയിൽ തന്നെ ഈ പറഞ്ഞ ഗവർണറെ ഈ പറഞ്ഞ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന നിലപാടും അതേ സർക്കാർ തന്നെ സ്വീകരിച്ചത്. പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്ന അതേ കാര്യത്തോട് മൗനം അപകടകരമാണ്. ആ നിലപാട് അന്ന് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയും ഗവൺമെന്റും അത് സ്വീകരിച്ചാൽ അദ്ദേഹം തന്നെ പറയണമെന്നുള്ള നിർബന്ധ ബുദ്ധി മനസ്സിലായില്ല.